അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിലിട്ടിരുന്നു. അമ്പലക്കാരുടെ അടുത്ത് പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഭാഗം നമുക്കിപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്ത പോലീസ്. 1.723 കിലോ സ്വർണവും 32,79,000 രൂപയും സ്വർണം ഉരുക്കാൻ ഉപയോഗിച്ച ഗ്യാസ് ഗൺ ഉൾപ്പെടെയുള്ള വസ്തുക്കളുമാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട 5 പേരെ ഇനിയും പിടികൂടാനുണ്ടെന്നും പിടിയിലായ പ്രതികളിൽ ഒരാൾ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന ആളാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി.കെ. ഷൈജു മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. നാടിനെ നടുക്കിയ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ അഭിമാനകരമായ ഇടപെടലാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കവർച്ച ചെയ്ത സ്വർണത്തിന്റെ ഏറിയ പങ്കും SP R വിശ്വനാഥിന്റെയും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി.കെ. ഷൈജുവിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീണ്ടെടുക്കാനായി. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മിഥുൻ, സതീഷ്, ലിസൺ എന്നിവരിൽ നിന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്തത്. 1.723 കിലോഗ്രാം സ്വർണവും 32,79,000 രൂപയുമാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. സ്വർണം ഉരുക്കാനുപയോഗിച്ച ഗ്യാസ് ഗൺ മുതലായ വസ്തുക്കളും സതീഷ് എന്നയാളിൽ നിന്നും കണ്ടെടുത്തു. കവർച്ച ചെയ്ത സ്വർണം ഉരുക്കി 7 കട്ടികളാക്കിയാണ് സംഘം സൂക്ഷിച്ചത്. ഇതിൽ 5 എണ്ണം മിഥുൻ എന്നയാളുടെ വീട്ടിലും ബാക്കിയുള്ള 2 എണ്ണം സ്വർണം ഉരുക്കിയ സതീഷിന്റെ വീട്ടിലുമാണ് സൂക്ഷിച്ചത്. ഒരെണ്ണം ലിസൺ വഴി വിറ്റ് കാശാക്കുകയും ചെയ്തിരുന്നു എന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി.കെ. ഷൈജു പറഞ്ഞു. കവർച്ച ചെയ്ത ഗോൾഡ് അവരത് ഉരുക്കി പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നും കുറച്ച് ഗോൾഡ് വിറ്റ് കിട്ടിയ പൈസയും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻഫർമേഷൻ്റെ ബേസ് ചെയ്തിട്ട് അതിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അവരെ ചോദ്യം ചെയ്ത് അവരാ സ്വർണം വെച്ചിട്ടുള്ളടത്തേക്ക് പ്രതികളുമായി പോയിട്ട് സീസ് ചെയ്താണ് ഈ ഗോൾഡും ക്യാഷും. അങ്ങനെ പോയി അതിൽ ഇവരെന്നാ കിട്ടിയ ഗോൾഡ് ഒരു 7 പീസായിട്ടാണ് ഉരുക്കിയിട്ട് 7 പീസായിട്ടാണ് ഇതുപോലെ 7 പീസായിട്ടാണ് അവർ ഉരുക്കിയിരുന്നത്. അതിലൊരു 4 പീസ് അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ കാണിച്ചതനുസരിച്ച് സീസ് ചെയ്തു. ഒരു 3 എണ്ണം ഉരുക്കിയ സതീഷ് വഴി ലിസൺ എന്ന് പറഞ്ഞ പ്രതി ഉണ്ടായിരുന്നു അതിൽ വിൽക്കാൻ സഹായിച്ചത്. അയാളുടെ കൈവശം വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അതിലൊരു പീസ് അയാൾ വിറ്റ് ഏകദേശം ഒരു 33 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൈസയും അയാളുടെ വീട്ടിൽ വെച്ചിരുന്നു. അത് 3 എണ്ണമാണ് അയാൾക്ക് കൊടുത്തിരുന്നത്. അതിൽ 1 എണ്ണം വിറ്റു, ബാക്കി 2 എണ്ണം അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ആ 2 എണ്ണവും വിറ്റ് കിട്ടിയ 33 ലക്ഷം രൂപയും അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അതും ഇന്ന് സീസ് ചെയ്തിട്ടുണ്ട്. കവർച്ച ചെയ്ത സ്വർണത്തിൽ ചിലത് തൃശൂരിലുള്ള ഒരു അമ്പലത്തിന്റെ ഭണ്ഡാരത്തിലും നിക്ഷേപിച്ചിരുന്നു. ഇവിടെ നിന്നടക്കം സ്വർണം പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അർജുൻ എന്നയാൾ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്നുവെന്നും നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്നും ഡിവൈഎസ്പി ടി.കെ. ഷൈജു പറഞ്ഞു. പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ, SI ഷാഹുൽ ഹമീദ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.